വാർദ്ധക്യം കവർന്നെടുത്ത ഓർമ്മകളുമായി ജീവിക്കുകയാണ് വി.എസ്. അച്യുതാനന്ദൻ എന്ന CPM നേതാവ്. മുഖ്യമന്ത്രി പദവിയിൽ വരെ എത്തിയെങ്കിലും തൻ്റെ നിലപാടുകളിൽ എന്നും ഉറച്ചുനിന്ന വി.എസിൻ്റെ കണ്ണുകൾ അദ്ദേഹം പോലും അറിയാതെ നിറഞ്ഞ് തുളുമ്പിക്കാണും. കാരണം താൻ കൈവെള്ളയിൽ കൊണ്ടു നടന്നൊരു പ്രസ്ഥാനം വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുന്നത് വി.എസിനെ ഉറപ്പായും അലട്ടുന്നുണ്ടാകും. ഓർമ്മകൾ മറഞ്ഞു നിൽക്കുമ്പോഴും ഇന്നും പത്രത്തിലെ വാർത്തകൾ വി.എസിനെ വായിച്ച് കേൾപ്പിക്കുന്ന പതിവുണ്ട് എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ പിണറായി വെള്ളാപ്പള്ളി കൂടിക്കാഴ്ച വി.എസ്. വാർത്തകളിലൂടെ അറിഞ്ഞിരിക്കാം. ഓർമ്മകൾ കാർന്നു തിന്ന വി.എസിനെ പക്ഷേ ആ കൂട്ടുകെട്ട് ക്ഷമിക്കാനാകില്ല. പിണറായി എന്ന വ്യക്തിയുമായിട്ടല്ല, മറിച്ച് പിണറായി എന്ന CPM മുഖ്യമന്ത്രിയുടെ വെള്ളാപ്പള്ളി ബാന്ധവം വി.എസിനെ ആഴത്തിൽ വിഷമിപ്പിച്ചിരിക്കാം. കുമാരനാശാനോട് വരെ താരതമ്യം നടത്തി വെള്ളാപ്പള്ളിയുടെ പ്രവർത്തന മികവിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുകഴ്ത്തി പാടിയപ്പോൾ പഴയ ചില പരാമർശങ്ങൾക്കൊപ്പം വി.എസിനെ കൂടി ഇവിടെ കൂട്ടി വായിക്കപ്പെടുകയാണ്. വെള്ളാപ്പള്ളി നടേശനെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിന്റെ പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇട്ടോടിച്ചപ്പോൾ CPMന്റെ തലപ്പത്ത് വി.എസ്. അച്യുതാനന്ദനായിരുന്നു ഉണ്ടായത്. വെള്ളാപ്പള്ളി നടേശൻ ഷേക്സ്പിയർ കഥാപാത്രം കൊള്ളപ്പലിശക്കാരൻ ഷൈലോക്കാണെന്ന് വരെ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞിരുന്നു. ഷൈലോക്ക് കണിച്ചിക്കുളങ്ങരയിലെത്തി വെള്ളാപ്പള്ളിയെ കണ്ട് നമിച്ചു എന്ന് പറഞ്ഞ വി.എസ്. കേസിന് പിന്നാലെ വർഷങ്ങളാണ് നടന്നത്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണം 124ഓളം കേസുകളിലാണ് നടന്നത്. ഇതിൽ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് വെള്ളാപ്പള്ളി നടേശന് ക്ലീൻ ചിറ്റ് കിട്ടുന്നത്. പ്രതിപക്ഷ നേതാവ്, ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ പദവികളൊക്കെ എല്ലാം വി.എസ്. തുടർന്ന കേസിലാണ് വെള്ളാപ്പള്ളി നടേശനെ 2024 വിജിലൻസ് കുറ്റവിമുക്തനാക്കിയത്. മൈക്രോ ഫിനാൻസ് കേസ് 2013-15 കാലയളവിൽ നടന്ന തട്ടിപ്പുകൾ സംബന്ധിച്ചിട്ടാണ്. 2015 നവംബറിലാണ് പണം വകമാറ്റി ചെലവഴിച്ചതിനും പലിശയ്ക്ക് കൊടുത്തതിലെ തട്ടിപ്പിനുമടക്കം SNDP യൂണിയനെതിരെ ആദ്യ FIR രജിസ്റ്റർ ചെയ്തത്. പിന്നീട് അങ്ങോട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, യോഗം പ്രസിഡന്റ് സോമൻ, മൈക്രോ ഫിനാൻസ് കോർഡിനേറ്റർ KK മഹേശൻ എന്നിവർ പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വ്യാജരേഖകൾ ഹാജരാക്കി ക്രമക്കേട് നടത്തിയെന്ന ആരോപണത്തിൽ കേസുകൾ 100-ന് മേലെയായി. പലകുറി കേസിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളാപ്പള്ളി കോടതികളിലെത്തി. ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ കക്ഷി ചേർന്ന് 2018-ലും വി.എസ്. പിന്നാലെ തന്നെ കൂടി. തട്ടിപ്പ് കേസ് അട്ടിമറിക്കാൻ വെള്ളാപ്പള്ളി ഇപ്പോൾ നടത്തുന്ന ചെപ്പിടി വിദ്യകളൊന്നും വിലപ്പോകില്ലെന്നും പാവപ്പെട്ട സ്ത്രീകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്ത വെള്ളാപ്പള്ളി നടേശനെതിരായ കേസിൽ സർക്കാർ അതീവ ജാഗ്രത പാലിക്കണമെന്നും വി.എസ്. അച്യുതാനന്ദൻ അന്ന് പറയുകയും ചെയ്തിരുന്നു. അവിടുന്ന് വാർദ്ധക്യത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളാൽ രാഷ്ട്രീയത്തിൽ നിന്ന് വി.എസ്. മാറിയതിന് ശേഷമാണ് മൈക്രോ ഫിനാൻസ് കേസിൽ നിർണായകമായ പലതും സംഭവിക്കുന്നത്. മൈക്രോ ഫിനാൻസ് പദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ KK മഹേശനെ 2020 ജൂൺ 24-ന് കണിച്ചിക്കുളങ്ങര യൂണിയൻ ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതിൻ്റെ പിന്നിൽ വലിയ ദുരൂഹതയുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ആത്മഹത്യാക്കുറിപ്പിൽ വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വെള്ളാപ്പള്ളി നടേശനെ വിജിലൻസ് കുറ്റവിമുക്തനാക്കി. ഇത് വിജിലൻസ് ആഭ്യന്തര വകുപ്പുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്താണെന്നതും കാണാതെ പോകരുത്. ഈ കേസ് അന്വേഷണം എല്ലാം നടക്കുന്ന കാലത്താണ് ഇടത് വലതുപക്ഷത്തെ ഒന്ന് നിലയ്ക്ക് നിർത്താനും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ തൻ്റെ നില എന്തെന്ന് കാണിക്കാനും വിലപേശലിനുമായി സമത്വ മുന്നേറ്റ യാത്രയും BDJS രൂപീകരണവും 2015-ൽ വെള്ളാപ്പള്ളി നടത്തിയത്. വി.എസ്. അച്യുതാനന്ദൻ വെള്ളാപ്പള്ളി നടേശനെതിരെ പ്രസംഗിച്ച് നടക്കുന്ന സമയത്തായിരുന്നു 2015 ഡിസംബർ 5-ന് BDJS രൂപീകരണം ശംഖുമുഖത്ത് നടന്നത്. അന്ന് വി.എസ്. അച്യുതാനന്ദനെതിരെയായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തിലെ മുഴുവൻ ആക്രമണവും. വി.എസ്. അച്യുതാനന്ദൻ വെറും അച്ച് മാത്രമാണെന്നും അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃസ്ഥാനം ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും വെള്ളാപ്പള്ളി BDJS രൂപീകരണ വേദിയിൽ പറഞ്ഞതും നമ്മൾ ഓർക്കുന്നു. വി.എസിന് വേണ്ടത് തൻ്റെ രക്തമാണെന്നും തനിക്കെതിരായ കേസുകൾ തൻ്റെ തൊപ്പിയിലെ പൊൻതൂവലാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു. ഇനി ഇപ്പോഴത്തെ മലപ്പുറം പ്രസംഗം പോലെ 2015-ൽ വെള്ളാപ്പള്ളിയുടെ ഒരു വിദ്വേഷ പ്രസംഗം വലിയ ചർച്ചയായിരുന്നു. അന്ന് മാൻഹോളിൽ വീണു മരിച്ച നൗഷാദിനെ കുറിച്ചുള്ള വാക്കുകളെക്കുറിച്ച് BDJS രൂപീകരണ വേദിയിൽ വിശദീകരണത്തിനും വെള്ളാപ്പള്ളി ശ്രമിച്ചു. ആ സംഭവത്തിൽ ഇപ്പോൾ മലപ്പുറം പ്രസംഗത്തിന് നൽകിയ തരത്തിലുള്ള ന്യായീകരണമായിരുന്നില്ല പിണറായി വിജയന് ഉണ്ടായിരുന്നത്. മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്ന നാക്കിൻ്റെ ഉടമയായി വെള്ളാപ്പള്ളി നിലകൊള്ളുന്നുവെന്നാണ് 10 കൊല്ലം മുൻപ് പിണറായി വിജയൻ പറഞ്ഞത്. അതേ പിണറായി തന്നെ ഇന്ന് വെള്ളാപ്പള്ളി വിശുദ്ധനാക്കാൻ ശ്രമിക്കുമ്പോൾ
വി എസിൻ്റെ കണ്ണുകൾ എങ്ങനെ നിറയാതിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്.